എക്കാര്യം അവിടെ ഒരു സർവകക്ഷി യോഗത്തിന്റെ പോസിബിലിറ്റികൾ തെളിഞ്ഞു തുടങ്ങിയെന്ന് കേൾക്കുന്നു. ആ സർവകക്ഷി യോഗത്തിന് അവിടുത്തെ ഉള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരേ മനസ്സോടെ മുൻകൈ എടുക്കണ്ടേ? ഇതിന്റെ ഉത്തരവാദി ആരാണ്, അല്ലെങ്കിൽ ആരാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ, ആരുണ്ടാക്കിയതാണ് അല്ലെങ്കിൽ ആരുണ്ടാക്കിയതല്ല എന്ന ചർച്ചകൾക്കപ്പുറം തുറന്ന മനസ്സോടെ എല്ലാവരും ആ സർവകക്ഷി യോഗത്തിലേക്ക് പോകണ്ടേ? ജൂൺ 4-ന് മുമ്പ്, ജൂൺ 4-ന് ഫലപ്രഖ്യാപനം വരുമ്പോൾ ഒരു അനിഷ്ട സംഭവം ഉണ്ടാവാത്ത വണ്ണം അതിനു മുൻപ് ആ മേഖലയെ ശാന്തമാക്കേണ്ടത് അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഉത്തരവാദിത്തമല്ലേ രമ? അല്ല, അതിനൊരു തർക്കവുമില്ല ഹാഷ്മി. ആര് ജയിക്കുന്നു ആര് തോൽക്കുന്നുണ്ട് എന്നതല്ല വിഷയം. ഒരു നാട് നിലനിൽക്കണം. ജൂൺ 4-ന് വരെയും അതിന് ശേഷവും ആ നാട് അതേപോലെ ഉണ്ടാകണം. ഇവിടെ പ്രശ്നം എന്താണെന്ന് അറിയാമോ ഹാഷ്മി? ഏറ്റവും സെക്കുലറായ ഒരു ചെറുപ്പക്കാരൻ, 13 വർഷം ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് വന്ന ഒരു ചെറുപ്പക്കാരൻ, അപ്പോഴൊന്നും കേൾക്കാത്ത ഒരു ആരോപണം വടകരയിൽ വന്നപ്പോഴുണ്ടാവുകയാണ്. ഷാഫിയാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ഷാഫി വടകരയിൽ വന്നിറങ്ങിയത് മുതലുണ്ടായിരുന്ന ആ ആൾക്കൂട്ടവും ആ ജനങ്ങളുമാണ് ഇവരുടെ വിഷയം. അവിടുന്ന് തുടങ്ങുന്നതാണ് പ്രശ്നങ്ങൾ. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഹാഷ്മി, ഷാഫിയുടെ ആദ്യത്തെ പ്രസംഗം വടകരയിൽ വന്നിട്ട് വടകരയിലെ ടീച്ചറമ്മ ചന്ദ്രശേഖരൻ്റെ അമ്മ പത്മിനി ടീച്ചറാണ് എന്ന് പറഞ്ഞതു മുതൽ അതുവരെ ഊതി വീർപ്പിച്ച ഒരു ബലൂൺ ഒന്ന് പൊട്ടിയപ്പോൾ തുടങ്ങിയതാണ് ഇവരുടെ ചൊരുക്ക്. ആ സമയത്ത് തുടങ്ങിയതാണ്. അത് മുതൽക്കാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പിന്നീട് അങ്ങോട്ട് അതുവരെ ഏറ്റവും സെക്കുലറായ ഒരു ചെറുപ്പക്കാരൻ, നാടിനെ പ്രതിനിധീകരിച്ച ചെറുപ്പക്കാരൻ ഇവിടെ വന്നപ്പോൾ വർഗീയവാദിയാകുന്നു. അവൻ ഏറ്റവും മോശക്കാരനായിരുന്നു. എന്തൊക്കെ മോശം പ്രശ്നങ്ങൾ ഷാഫിക്കെതിരെ പ്രയോഗിക്കാനുണ്ടാകുന്നോ അത് മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതെവിടെയാണ്, ഇതെങ്ങനെയാണ്? ഇതാണ് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം ഹാഷ്മി. അവിടെയാണ് ഈ ഒരു വിഷയങ്ങൾക്ക് അതിനുശേഷമാണ് ഹാഷ്മി ഒന്ന് റിവൈസ് ചെയ്ത് ഓരോ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. അന്ന് തുടങ്ങിയതാണ് വടകരയിലുള്ള പ്രശ്നങ്ങൾ. അതുവരെ അവർ പ്രതീക്ഷിച്ച എല്ലാതും നഷ്ടപ്പെട്ടു എന്ന് തോന്നിയപ്പോൾ അവിടെ മുതൽക്ക് പുതിയ ആരോപണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. നേരത്തെ ലിജീഷ് പറഞ്ഞു ടീച്ചർ വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞില്ല. ഉണ്ടെന്ന് ടീച്ചറാണ് പത്രസമ്മേളനം നടത്തി പറഞ്ഞത്. നമ്മളെല്ലാം കേട്ടതാണ്. മോർഫ് ചെയ്ത ചിത്രങ്ങളും വ്യാജ വീഡിയോകളും പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. വ്യാജ വീഡിയോ എവിടെ? ഞങ്ങളൊന്നും കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ അത് തെളിഞ്ഞ് ആരാണെന്ന് കണ്ടുപിടിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ടീച്ചർ തന്നെ വന്ന് പറഞ്ഞു വ്യാജ വീഡിയോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന്. 2 ദിവസം കഴിഞ്ഞ് ഗോവിന്ദ മാഷ് പറഞ്ഞു ടീച്ചർ പറഞ്ഞത് തെറ്റാണ്, വീഡിയോ ഉണ്ട്. ഇത് ഇവർക്ക് തന്നെ കൃത്യതയില്ലാത്ത ഒരാരോപണം, ഉറപ്പില്ലാത്ത ഒരാരോപണം പൊതുസമൂഹത്തിലേക്ക് ഇട്ടുകൊടുത്തു. അങ്ങനെയാണ് തീർച്ചയായിട്ടും അവിടെ പ്രശ്നങ്ങൾ വഷളാക്കിക്കൊണ്ടേയിരുന്നത്. ഇത് ആരും ഉത്തരവാദിയല്ല ഹാഷ്മി. ഇത് ചെയ്തവർ അത് തിരുത്താൻ തയ്യാറാവുക എന്നതാണ് ഇതിനകത്ത്